ഇത്രയും വർഗീയതയുള്ളൊരു കളി ഫുട്ബോളിനെ പറ്റി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. ഫുട്ബോൾ എന്നതൊരു മതമാണ്, ഞാൻ അങ്ങനെ കാണുന്നു. സിനിമ എന്നത് ഒരു മതമാണ്. അതിനുള്ളിൽ കുറെ ജാതികളുണ്ട്. മോഹൻലാൽ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ്, പൃഥ്വിരാജ് ഫാൻസ്, ദിലീപ് ഫാൻസ്, ഇന്ദ്രജിത് ഫാൻസ്, നിവിൻ പോളി ഫാൻസ്. ഫുട്ബോൾ എന്നതൊരു മതമാണ്. അതിനുള്ളിൽ കുറെ കാസ്റ്റുകളുണ്ട്. അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഉറുഗ്വേ, അങ്ങനെ അങ്ങനെ അത് ഒരുപാട് പോകും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ടീം പെട്ടെന്ന് തന്നെ പോയി. ജേഴ്സി ഓർഡർ ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ ടീം പുറത്തായി പോയി. പേര് വേറൊന്നുമല്ല, ജർമ്മനി. ഞാൻ ഈ ജർമ്മനിയുടെ ഒളിവർ ഖാൻ എന്ന് പറഞ്ഞൊരു ഗോളി ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഭയങ്കര ആരാധകനായിരുന്നു. 2002 വേൾഡ് കപ്പ് കാണുമ്പോഴാണ് ഞാൻ പുള്ളിയുടെ ആരാധകനാകുന്നത്. അന്ന് നമുക്കൊരു അത്യാവശ്യം ഒരു മെച്യൂരിറ്റി ആയി, ഫുട്ബോൾ എന്താ എന്നൊക്കെ അറിയാൻ തുടങ്ങി ആ കാലഘട്ടത്തിൽ. അന്ന് നിങ്ങൾ ഓർക്കണം, നാട്ടിലൊക്കെ അങ്ങനെ എല്ലായിടത്തും TV ഇല്ല. ചില വീടുകളിൽ മാത്രമേ TV ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ കൂട്ടമായിട്ടൊന്ന് TV ഇരുന്ന് കളി കാണുന്നു. അങ്ങനെ ഈ ഗോളി, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പുള്ളിയുടെ പ്രകടനത്തെ പറ്റി മറ്റുള്ളവർ പറഞ്ഞു കേട്ടു. അങ്ങനെ ഞാൻ ഇയാളുടെ വലിയൊരു ഫാനായി തീർന്നു. അതിന്റെ 2022 ഫൈനലിൽ 2 ഗോളിന് ബ്രസീൽ ജയിച്ചു. അങ്ങനെ ഒലിവർ ഖാൻ തോറ്റു. ജർമ്മനി തോറ്റു. ഒലിവർ ഖാൻ വളരെ വിഷമത്തോടു കൂടി ആ ഗോൾ പോസ്റ്റിന്റെ തൂണിൽ ചാരി ഇരിക്കുന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ മനുഷ്യനോട് തോന്നിയ ഒരു 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 എന്താ പറയാ, ഒരു സ്നേഹം, പുള്ളിയോട് തോന്നിയ ഒരു ആരാധന എനിക്ക് ആ ടീമിലേക്ക് മാറി. ആ ടീം ഒരു തവണയെങ്കിലും വേൾഡ് കപ്പ് എടുക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോ വർഷവും ഞാൻ ജർമ്മനിയെ പിന്തുണച്ചു. അങ്ങനെ 2014 എന്റെ സ്വപ്നം സഫലമാക്കിക്കൊണ്ട് ജർമ്മനി തങ്ങളുടെ കപ്പ് ഉയർത്തി. അത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച ഒരു പരിപാടിയായിരുന്നു. അന്ന് ഞങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ ബ്രസീൽ ഫാൻസ് ഉണ്ടായിരുന്നു. കാര്യം ബ്രസീൽ ഫാൻസിനെ 7-1 തോപ്പിച്ചപ്പോൾ അർജന്റീന ഫാൻസ് അർമാദിച്ചത്. അപ്പൊ അർജന്റീനയെ നമ്മൾ ഫൈനലിൽ തോപ്പിച്ചപ്പോൾ ബ്രസീൽ ഫാൻസ് അതിന്റെ അപ്പുറം അർമാദിച്ചു. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ കലാപരിപാടി. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോ ഫുട്ബോൾ വളരെ ഫയർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അർജന്റീന ഉൾപ്പെടെയുള്ള 4 ടീമുകൾ, ഫ്രാൻസും ഒക്കെ എല്ലാവരും അതാ സെമി ഫൈനൽ കളിക്കാൻ പോവുകയാണ്. അപ്പൊ നാളെ മറ്റന്നാൾ കളി തുടങ്ങും. ഫുട്ബോൾ ഇന്നേ വരെ ഞാൻ കണ്ടതിൽ ഈ മതം കലർന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. നമുക്കെല്ലാവർക്കും ചെറിയ തോതിൽ മതഭ്രാന്തുണ്ട്. എനിക്ക് മതഭ്രാന്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ വർഗീയത, മതം ചിന്തിക്കുന്ന സ്പെഷ്യൽ കോർണറുകളുണ്ട്. ഉദാഹരണത്തിന് അമ്പലത്തിൽ പോയാലൊന്നും മതം വലിയ ഫാക്ടർ ഒന്നുമില്ല കേട്ടോ. ഇപ്പോ ഒരു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസ്, സാവരിയ ആ കേസൊക്കെ വരുമ്പോൾ നമ്മളവിടെ മതം കൺസിഡർ ചെയ്യും. മതത്തിലോട്ട് ചിന്ത പോകും. എസ്പെഷ്യലി വേറൊരാൾ മതത്തെ എന്താ പറയുക, അവഹേളിച്ച് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലെ കുറ്റങ്ങൾ പറയുന്ന സമയത്ത് നമുക്കുള്ളിൽ ഒരു ചെറിയ വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ മതത്തെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അപ്പോ അങ്ങനെ മതചിന്തകൾ വരും എന്നല്ലാതെ ക്രിക്കറ്റ് കളി കാണുമ്പോൾ, ഫുട്ബോൾ കാണുമ്പോൾ, ടെന്നീസ് കാണുമ്പോൾ, എന്തെങ്കിലും ഒരു സംഗീത പരിപാടി കാണുമ്പോൾ ഇങ്ങനെയൊന്നും മതഭ്രാന്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ അധികം എന്നല്ല ആർക്കും ഉണ്ടാവാറില്ല ഒരു തരത്തിലും. ഈ വർഷത്തെ ഫുട്ബോൾ സീസൺ ആരംഭിച്ചത് തൊട്ട്, അല്ലെങ്കിൽ 2024 വേൾഡ് കപ്പ് ഫുട്ബോൾ ആരംഭിച്ചത് തൊട്ട് ഈ ഒരു പ്രത്യേക ആൾക്കാർ, അല്ല മുസ്ലിങ്ങളെന്നും ഞാൻ പറയുന്നുണ്ട്, എല്ലാ മുസ്ലിങ്ങളെയും ഞാൻ പറയാം. കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ലയണൽ മെസ്സിയുടെ ആരാധകരൊക്കെ മുസ്ലിങ്ങളെല്ലാവരും മെസ്സിയുടെ മതം നോക്കിയിട്ട് അല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ മതം നോക്കിയിട്ട് ആൾക്കാർ ആരാധിക്കുന്നു. നെയ്മർ മതം നോക്കിയിട്ട് ആരാധിക്കുന്നത്. ജർമ്മനി, ബ്രസീൽ, അർജന്റീന, ഇംഗ്ലണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇംഗ്ലണ്ട് എത്രയോ വർഷം നമ്മളെ അടിമകളാക്കി ഭരിച്ചിരുന്ന ആൾക്കാരാണ്. ഫുട്ബോൾ വേറെ ചിന്തയാണ്. ഇംഗ്ലണ്ടിനോട് ആരാധന. ഇംഗ്ലണ്ടിന്റെ ഫ്ലെക്സുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഹാരി കെയിന്റെ ഒക്കെ വലിയ ഫാനാണ് ഞാൻ. അപ്പോ ഇത് ഒരു വിഭാഗം ഇങ്ങനെ എല്ലാം മറന്ന് ഫുട്ബോൾ ഒരു ആവേശമായി, അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റായി. ചിലരൊക്കെ പറയും അർജന്റീനയുടെയും ബ്രസീലിന്റെ പേരിലൊക്കെ അടി കൂടുമ്പോൾ ഇവനൊന്നും നാണമില്ലടാ, എവിടെ കിടക്കുന്ന കളിക്കാരൻ, അവന് വേണ്ടി അടി കൂടുന്നത്, നീയൊക്കെ അടിച്ച് കൈയും കാലും ഒടിഞ്ഞാൽ നിന്റെയൊക്കെ വീട്ടുകാർക്ക് പോയെന്നൊക്കെ പറയും. ബട്ട് ഞാനത് നോക്കുന്നില്ല. കാര്യം അതൊക്കെയല്ലേ ഒരു ലൈഫ്. അടിച്ച് കൈയും കാലും തലതല്ലി പൊളിച്ച് ചാകാതിരുന്നാൽ മതി. ഒരു വാശിയും വൈരാഗ്യമൊക്കെ വേണം ജീവിതത്തിൽ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ വേണം. അത് ആ വഴിക്ക് നടക്കട്ടെ. പക്ഷെ ഇതിന്റെ ഇടയെ കൂടി ഈ മതത്തിന്റെ പണി എടുക്കുന്ന കുറച്ച് ഊളകളുണ്ട്. എസ്പെഷ്യലി ചില ചാനലുകൾ, പിന്നെ ഏതാണ് മീഡിയ മുക്കാലെന്ന് ഏതൊക്കെയോ അങ്ങനെ 1-2 ചാനലുകൾ, ഇവരിങ്ങനെ നിരന്തരം ഫേസ്ബുക്കിൽ, ഞാൻ അത്ഭുതപ്പെട്ടു. ഏതോ ഒരു ന്യൂസ് ചാനൽ അവർ പരസ്യം ഇട്ടിരിക്കുന്നു, ഇത്തവണ ഫുട്ബോൾ കളിക്കാൻ 13 മുസ്ലിം രാജ്യങ്ങൾ. അങ്ങനെ എനിക്ക് ചോദിക്കാൻ തോന്നിയത്, ഇക്കണ്ട കാലം മുഴുവൻ ഫുട്ബോൾ കണ്ടിട്ട് ഇവിടെ ഇതാ 13 മുസ്ലിം രാജ്യങ്ങളെന്ന് അവരുടെ ഓൺലൈൻ ചാനലിൽ വരികയാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോ പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ സുജൂദ് ചെയ്യുന്നവർ, തോറ്റതിൽ സുജൂദ് ചെയ്യുന്നവർ, പിന്നെ ഈ മറ്റേ ഒരു തൊലിഞ്ഞ പതാകം പിടിച്ചോണ്ടുമാർ ഇറങ്ങും പലസ്തീന്റെ. എവിടെ ചെന്നാലും ഒരു ഈജിപ്തുകാരുടെ കളി
അർജന്റീന കളി ഞാൻ കണ്ടതാണ്. കുറെ പേര് അർജന്റീന അങ്ങോട്ട് കാശ് കൊടുത്തു. എനിക്ക് അവർക്ക് കിട്ടണോ കിട്ടണ്ട എന്നൊന്നും എനിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ എനിക്കുണ്ട്. ഈ അർജന്റീന ഭയങ്കര എന്താണ് ഫിഫയ്ക്ക് പൈസ കൊടുത്തിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഇന്റർനാഷണൽ ലെവലിലൊക്കെ. അപ്പൊ ഞാൻ ബാക്കിയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളുടെ കളികളൊക്കെ എടുത്തു നോക്കിയപ്പോൾ എല്ലായിടത്തും തന്നെ ഈ റഫറിമാരുടെ ഭാഗത്തുനിന്ന് വൻ മിസ്റ്റേക്കുകളുണ്ട്. ഭയങ്കര ഫൗളുകളൊക്കെ റഫറിമാർ കണ്ടില്ല എന്ന് വെക്കുന്നത്. അത് ഈ അർജന്റീനയുടെ കളിയിൽ മാത്രമല്ല, ബ്രസീലിന്റെ കളിയിൽ നിന്ന് കാണാൻ കഴിയും. നിങ്ങൾക്ക് ചെറിയ ചെറിയ നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത രാജ്യങ്ങൾ തമ്മിലുള്ള കളികളുണ്ടല്ലോ. ഈ വലിയ ടീമുകളുടെ കളിയിൽ നമുക്കറിയാം അതിലൊക്കെ ഈ മിസ്റ്റേക്കുകളുണ്ട്. പക്ഷെ ഇതിൽ 79-ാം മിനിറ്റ് വരെ നല്ല റഫറി ആയിരുന്നു, നല്ല ഫിഫ ആയിരുന്നു. പക്ഷെ ലാസ്റ്റത്തെ 10-13 മിനിറ്റിൽ ഒരു 3 ഗോൾ ചടപടയെന്ന് പറഞ്ഞ് തിരിച്ചങ്ങിട്ടപ്പോ അർജന്റീന കൊള്ളരുതാത്തവര്. ശരി, അത് എന്റെ വിഷയമല്ല. അപ്പൊ എന്റെ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ മെസ്സിയുടെ ആരാധകനാണ്. മെസ്സി റൊണാൾഡോ ഇവർ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. റൊണാൾഡോ ഓൾറെഡി പോയി. മെസ്സി ആണെങ്കിൽ 2 ഗോളിന് പുറകിൽ നിൽക്കുന്നു. ഇവ ഇടക്കിടക്ക് എന്റെ അടുത്തൊന്ന് ചോദിക്കും, തോറ്റോ അവർ ഇല്ല മക്കളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മള് കളി കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ആ കളി അർജന്റീന ജയിക്കണം. ചെക്കന്റെ മുഖം കണ്ടപ്പോ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നി. ഇതിന്റെ ഇടയിൽ ഈ ഈജിപ്തിന്റെ കൊണാണ്ടർമാര് മറ്റേ പലസ്തീന്റെ പതാക എടുത്തുകൊണ്ട് ഡിസ്കോ ഡാൻസ് തുടങ്ങി. ആരാണ് ഈ ഡിസ്കോ ഡാൻസ് ചെയ്യുന്നത്? ഈ ഹമാസ് തീവ്രവാദികൾ പണ്ട് മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ ഈജിപ്തിൽ കിടന്ന് അവിടെ മുഴുവൻ തീവ്രവാദവും അടിയും ബഹളവും ഒരു സമാധാനമില്ലാതെ ഈ നായ്ക്കാട്ടങ്ങളെ മുഴുവൻ അവിടുന്ന് അടിച്ച് പുറത്താക്കി അവന്മാര് പലസ്തീനിൽ വന്നു. അവിടെ പലസ്തീൻ ലിബറേഷൻ ആർമി അവരുടെ അധപ്പതനത്തോടു കൂടി ഇവന്മാർ അവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇവർ ഇസ്രായേലിൽ കയറി ക്രൂരമായ നരനായായിട്ട് നടത്തുന്നു. 1250ഓളം സാധാരണക്കാരെ സൈനിക താവളങ്ങൾ ആക്രമിച്ചാൽ പോലും അവന്മാർ അന്തസ്സുള്ളവന്മാരായിട്ട് ഞാൻ കണക്കാക്കിയാണ്. ഇത് അന്തസ്സില്ലാത്ത നാറികളാ. നിരായുധരായിട്ടുള്ള സാധാരണക്കാരെ വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വരെ കയറി വെടിവെക്കുന്നു. കുട്ടികൾ 10-50 പേരെ വെടിവെക്കുന്നു. ഇവർ ബലാത്സംഗം ചെയ്യുന്നു. ഈ ചെറ്റകൾ കാണിക്കുന്നത് ബലാത്സംഗം ചെയ്യുന്നു. ഇവന്റെ വിപ്ലവമാണ്, പോരാട്ടം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വഴി കൂടെ പോകുന്ന പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത്. എന്നിട്ട് ഭഗത് സിംഗുമായിട്ടൊക്കെയാണ് ഇവനെയൊക്കെ താരതമ്യം ചെയ്യണം. അവനെയൊക്കെ ഭഗത് സിംഗ് ഇതാണല്ലോ പണി. അപ്പോ ഇത് ചെയ്തു. ഇങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ച് ഇവർ പലായനം ചെയ്ത് പോകാൻ നേരത്ത് വലിയ മുള്ളുവേലി, എനിക്കൊന്നും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പോലും ഇത്രയും വലിയ മുള്ളുവേലിയില്ല. അത് ഭയങ്കര മുള്ളുവേലികളും എന്താ പറയാ മെറ്റൽ കോൺക്രീറ്റ് വാളുകൾ നിർമ്മിച്ചുകൊണ്ട് ഒരൊറ്റ പലസ്തീനിയെ പോലും ഈജിപ്തിലോട്ട് കടത്തിവിടാത്ത ഇവന്മാർ ഈജിപ്തിന്റെ പതാക രാഷ്ട്രീയം ഉണ്ടാക്കിയാണ് അത് അതിന്റെ ഇടയിൽ. അപ്പോ അർജന്റീനക്കാര് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ പതാകയും വീശി. അപ്പോ നൊന്തു. കളിയിൽ രാഷ്ട്രീയം പാടില്ല, കളിയിൽ വർഗീയത പാടില്ല. ഇവന്മാര് കാണിച്ചപ്പോ ആഹാ മുന്തിരിച്ചെപ്പ്, മറ്റവന്മാര് കാണിച്ചപ്പോ. അപ്പൊ ആ പരിപാടിയാണ് ഇപ്പോ ഈ ചാനലുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് ഇതിന്റെ പേരിൽ. കൂടാതെ ഇസ്രായേലിനെ പിന്തുണച്ചു അർജന്റീന, അതുകൊണ്ട് നമ്മൾ അർജന്റീനക്കെതിരെ. അതിൻ്റെ ഇടയിൽ ഇറാന്റെ ഫ്ലെക്സ്, ഖൊമനേയി മറ്റേ കൊണാണ്ടർ പുള്ളി സൈഡിൽ ഇരിക്കുന്നത്, പുള്ളിയാണോ കോച്ച് എന്ന് വരെ തോന്നിപ്പോകും. അമ്മാര് ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് ഒരു തരം മതം ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ കാണുന്ന എന്തിലേക്കും മതം ഇൻജക്ട് ചെയ്യുന്നു കുറെ എണ്ണം. എനിക്ക് തോന്നുന്നില്ല മറ്റൊരാളും. ഇപ്പോൾ ഞാനിത് പറയാനിടയ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഒരാൾ, പുള്ളി ഒരു ക്രിസ്ത്യനാണ്, പുള്ളി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ഇനി സുജൂതുകളില്ല, നിസ്കാരങ്ങളില്ല, പലസ്തീന്റെ പതാകയില്ല, ഒന്നുമില്ല, മതമില്ലാതെ ഇതാ അവസാനത്തെ ഫുട്ബോളിന്റെ നാളുകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് സ്കിപ്പ് ചെയ്തത് പോയി എൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരുന്നു. അങ്ങനെ ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആരാണിത് ഇവരെ കൊണ്ട് പറയിച്ചത്? ആരാണ് ഇപ്പോൾ ഇവിടെ മതം ചിന്തിപ്പിച്ചത്? അപ്പൊ ഞാൻ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അർജന്റീനക്ക് ഈ കപ്പൂടെ കിട്ടുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ മെസ്സി ഒരു ഫിഫ ബോയ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോകളൊക്കെ ഞാനും കണ്ടു. അപ്പോഴേക്കും നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒത്തു കളിക്കേണ്ട ആവശ്യമൊന്നുമില്ലാന്ന്. ഇന്ത്യ ഈ ഫുട്ബോളിൽ കളിക്കാൻ പറ്റാതെ ആയിപ്പോയത് തന്നെ ഖത്തർ കാണിച്ച ഒരു ഫൗള് റെഫറിയുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണ്. ഗോൾ പോസ്റ്റിന് വെളിയിലേക്ക് പോയ ബോള്, അതായത് വരയ്ക്ക് പുറത്ത് പോയി ഔട്ടായ ബോള് നമ്മുടെ ഗോളിയുടെ പിന്നിൽ നിന്നും ഖത്തറിന്റെ കളിക്കാരൻ തോണ്ടിയെടുത്ത് വീണ്ടും ഗോൾ അടിച്ചിട്ട് അങ്ങനെയാണ് ഇന്ത്യ ആ കളി തോൽക്കുന്നതും. അങ്ങനെയാണ് നമുക്ക് ആ ചാൻസ് തന്നെ നഷ്ടപ്പെടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ വേൾഡ് കപ്പ് കളിച്ചേനെ. അപ്പൊ അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഇങ്ങനെ ക്രിക്കറ്റ് കളി കാണുമ്പോൾ, ആരെങ്കിലും ഡാൻസ് ചെയ്യണ കാണുമ്പോൾ, ഫുട്ബോൾ കളി വന്നപ്പോൾ ഇവിടെയുള്ള ഉസ്താദന്മാരെല്ലാവരും ഫുട്ബോൾ ഭ്രാന്താണ്. പണ്ടൊരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ആണിന്റെ ഔറത്താണ് തൊട കാണിച്ചുകൊണ്ട് ആണുങ്ങൾ ഫുട്ബോൾ കളിക്കുന്നത്, പെണ്ണുങ്ങൾ കൂടിയിരുന്ന് ആഘോഷിക്കുന്നു, അവർ കാണുന്നു. ആ പറഞ്ഞവന്മാരൊക്കെ ഇപ്പം പറയുന്നത് 13 മുസ്ലിം രാജ്യങ്ങളുണ്ട്, അവർ സുജൂദ് ചെയ്യുന്നു, തോറ്റിട്ടും സുജൂദ് ചെയ്യുന്നു. ഈച്ച് ആൻഡ് എവറി കോർണർ അവനവന്റെ മതം അവനവന്റെ ആരാധനാലയങ്ങൾക്കുള്ളിലും വീടിനുള്ളിലും നിർത്താൻ പറഞ്ഞാൽ അത് കേൾക്കൂല. എനിക്ക് തോന്നുന്നു മതമേ ഒരു ഇതായിട്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗം ഹിന്ദുക്കളായിരുന്നു. ഇപ്പൊ അവരും ചിന്തിച്ചു തുടങ്ങി, അവരെയും ചിന്തിപ്പിച്ചു. ഇപ്പൊ ഞാൻ വരെ ചിന്തിക്കുന്ന അർജന്റീന ജയിക്കുന്നതാണ് നല്ലത്, അർജന്റീനയ്ക്ക് ഒരു കപ്പ് കിട്ടട്ടെ, ഞാൻ അവന്മാര് സുജൂദ് ചെയ്യും. ഇവർ കാണിക്കുന്ന ബ്ലണ്ടർ അതാണ്.
അവർ ജയിച്ചത് ഉടനെ സുജൂത് ചെയ്തു. അപ്പോൾ എന്റെ അർത്ഥം എന്താണ്? സുജൂത് ചെയ്തത് കൊണ്ടാണ് കളി ജയിച്ചത്, അല്ലെങ്കിൽ ഇസ്ലാം ആയതുകൊണ്ട് കളി ജയിച്ചു, മുസ്ലിം രാജ്യമായതുകൊണ്ട് കളി ജയിച്ചു. ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ടൈറ്റിൽ വിന്നറായിട്ട് ജയിക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യൻ രാജ്യമായിരിക്കും. അപ്പൊ എന്ത് പറയണം? യേശു ക്രിസ്തു പവർഫുൾ ആയതുകൊണ്ടാണ്. ഈ അടുത്തങ്ങാണ്ട് സിവിൽ സർവീസ് റാങ്കിങ് വന്നപ്പോ 64 റാങ്ക് കിട്ടിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അത് പെൺകുട്ടി ക്രിസ്ത്യൻ പെൺകുട്ടി ആണെന്ന് തന്നെ ഞാൻ ഓർക്കാൻ കാര്യം എന്താ അറിയോ? കുറെ നാൾ കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ റീൽ ഒരു അച്ഛനും അമ്മയ്ക്കും വളരെ കഷ്ടപ്പെട്ടാണ് ആ കുട്ടിയെ പഠിപ്പിച്ചത്. ആ കുട്ടിയെ കൺഗ്രാറ്റുലേറ്റ്സ്, നമ്മളെ കൊണ്ട് സാധിക്കാത്തതൊന്നും നമ്മളെ കൊണ്ടൊന്നും സാധിക്കാത്ത കാര്യങ്ങൾ ഇത്രയും വലിയൊരു പരീക്ഷ എഴുതി എടുത്തതിന് നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് ഓർക്കാൻ കാരണം, ഇവരൊരു ചാനലിൽ ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ഞാൻ എന്നും ജപമാല ചൊല്ലുമായിരുന്നു എന്നോ അതെന്തോ ഒരു തൈലം പൂശുമായിരുന്നോ എന്തോ, എനിക്ക് തോന്നുന്നു ഈ കൃപാസന പത്രം പോലെ എന്തോ ഒരു കാര്യമാണ് പുള്ളിക്കാരി പറയുന്നത്. എനിക്ക് കൃത്യം ഓർമ്മയുണ്ട്. എന്തായാലും പുള്ളിയുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് ചെയ്തത് കൊണ്ട് എനിക്ക് റാങ്ക് കിട്ടി. സത്യത്തിൽ അവിടെ ഈ വീഡിയോ എടുത്ത ആൾക്കാരും ആ കുട്ടിയെ കൊണ്ട് പറയിച്ച ആൾക്കാരും ആ കുട്ടിയും ഉദ്ദേശിക്കുന്നത് എന്റെ ദൈവത്തിന്റെ പവർ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. 64 റാങ്കോ 54 റാങ്കോ എന്തോ ആണ്. അതായത് മാതാവിനെ കൊണ്ട് പറ്റിയത് 54 റാങ്കിൽ എത്തിക്കാൻ. അപ്പൊ 1 റാങ്ക് മേടിച്ച ഏതോ ഹിന്ദുവാ. അപ്പൊ ശിവന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലായില്ലേ? ഇത്തരം കാര്യങ്ങളിൽ മതം മിക്സ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. അതിനു മുന്നിൽ മുസ്ലിങ്ങളൊക്കെ റാങ്ക് മേടിച്ച മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇങ്ങനെ ഈ വേണ്ടുന്നിടത്തും വേണ്ടാത്തിടത്തും കാണുന്നതിൽ എല്ലാത്തിലും ഈ മതം കൊണ്ട് തിരികുന്ന കുറെ ഈ അണ്ടർവേൾഡ് മതയോളികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഫുട്ബോളിൽ ഈ വർഷം വളരെ വലിയ രീതിയിൽ അത് പ്രകടമാണ്. ഇറാന്റെ ഫ്ലെക്സ് വെക്കുന്നതിൽ, ഇറാന്റെ കളിക്കാരുടെ ഫ്ലെക്സ് വെക്കുന്നതിലോ ഇറാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, കൊമനയുടെ ഫ്ലെക്സ് അതിന്റെ ഇടയിൽ കൊണ്ടുവച്ചേക്കും. എന്താണ്? ഏകാധിപതി. ഇവിടെ ഉള്ളവർ നരേന്ദ്രമോദി എലക്ട് ചെയ്ത് ജയിച്ചിട്ടും ഏകാധിപതി എന്ന് വിളിക്കുന്നവന്മാരാ. ജനാധിപത്യം മരിച്ച് എന്ന് പറയുന്ന ആൾക്കാരാണ് ഒരു ഏകാധിപതി. അതും സ്വന്തം ജനതയെ എത്ര ലക്ഷം പേരെ ഈ ചെങ്ങയുടെ ഭരണകാലത്ത് കൊന്നത്. ഒരു പെൺകുട്ടിയുടെ മുടി ലേശം പുറത്ത് കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ തലവണ്ട അടിച്ചു പൊളിച്ച് കൊന്നവന്മാരാ. അവര് ഏകാധിപതിയും ഇല്ല, സ്വേച്ഛാധിപത്യവും ഇല്ല, പൊന്നും കട്ട തങ്ക കട്ടി തീട്ടപ്പണ്ടാരം. ഈ രീതിയിൽ ഇവരിങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ സാധനം നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ശതമാനത്തിൽ ഇതൊരു മതവർഗീയ കളിയായി തുടങ്ങിയിട്ടുണ്ട്. അത് അവസാനിപ്പിക്കാൻ ബാക്കിയുള്ളവരും കൂടെ വിചാരിച്ചാലും ആ എഴുതി വിടുന്നതിന്റെ താഴെ ഈ എഴുതി വിടുന്നവന്റെ മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ പോയിട്ട് ഒരുമാതിരി ഇതിന്റെ ഇടയിൽ കൊണ്ട് മതം ഉണ്ടാക്കുന്ന തന്തയില്ലാത്ത പരിപാടി ചെയ്യരുത് എന്ന് അതേ ന്യൂസ് ചാനൽ നിങ്ങൾ എഴുതിയാൽ മാത്രമേ ഇവനൊക്കെ ഇത് നിർത്തുള്ളൂ. ഇത് കൊച്ചു കുട്ടികളുടെ തലയിലോട്ട് ഇഞ്ചക്ട് ചെയ്ത് തുടങ്ങുകയാണ്. അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ജയ് ഹിന്ദ്.